എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീ പക്ഷ പ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പത്രസമ്മേളനം നടത്താനെത്തിയവരാണ്. പിന്നെ എൻ്റെ പേര് കുസുമൻ ജോസഫ്. ഞാൻ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സണാണ്. അജിയെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാഹസമായിരിക്കും. അതുപോലെ തന്നെ വിജി പെൺകുട്ടിനെയും ഇത് എം സുൽഫത്ത്. ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഗാർഹിക പീഡനം നേരത്തെ ആരോപിക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള ലൈംഗിക പീഡനത്തിൻ്റെ ആരോപണം നേരിടുകയാണ്. അങ്ങനെ ഒരാൾ കേരളത്തിലെ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടും അപമാനകരമാണ്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, CPM-നോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, അങ്ങനെ ഒരാളെ കൂടുതൽ ദിവസം അവർ സംരക്ഷിച്ച് നിർത്തിയാൽ കൂടുതൽ അവർ മോശമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും നേരത്തെ ഈ MLA സ്ഥാനം രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നാളെയും മറ്റന്നാളും ഈ പാർട്ടിയുടെ നിലപാട് എന്താണ്, LDFൻ്റെ നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ കർശനമായ നടപടികളിലേക്ക്, സമരപരിപാടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മുകേഷ് MLA രാജിവെക്കാതെ പറ്റില്ല. അദ്ദേഹം രാജിവെക്കണം. അതിനെന്ത് ന്യായം പറഞ്ഞാലും അദ്ദേഹം രാജിവെച്ചേ മതിയാവൂ. ഇതിൻ്റെ മറ്റ് വിശദവിവരങ്ങൾ അജിയേച്ചി പറയും. നമ്മളെല്ലാവരും ഒരു വലിയ കൊടുങ്കാറ്റ് ഇതിൽപ്പെട്ടിട്ട് കുറേ പേര് സന്തോഷിക്കുന്നു, കുറേ പേര് എന്താ പറയുക, കുറ്റവാളികളും അല്ലെങ്കിൽ ആരോപണ വിധേയരായവരും പേടിച്ച് വിറയ്ക്കുന്നു. ഇങ്ങനെയൊരു കാലഘട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ഹേമ കമ്മിറ്റിയുടെ എഫക്റ്റ് വളരെ ഭയങ്കരമാണ്. തീർച്ചയായും അങ്ങനെയൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടായതും ഇന്ത്യയിലെവിടെയും സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ് അങ്ങനെയൊരു കമ്മിറ്റി സ്ഥാപിച്ചത്. അതിന് കാരണമായത് നമ്മുടെ കൊട്ടേഷൻ ബലാത്സംഗ കേസിലെ നടി, നമ്മുടെ അതിജീവിതയായ നടിയുടെ ആ കേസും അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുണ്ടായിട്ടുള്ള വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ശക്തമായ സിനിമാ പ്രവർത്തകരുടെ സ്ത്രീ സംഘടനയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഈ പുതിയ നീക്കത്തിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റം. കാരണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും എന്താ പറയുക, വിവേചനങ്ങളും ഇതൊക്കെ നിരന്തരം നടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. സിനിമാ മേഖലയിൽ മാത്രമാണോ ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, എല്ലാ തൊഴിൽ മേഖലയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. പോഷ് ആക്ട് പ്രകാരം, പോഷ് ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് പ്രകാരം നിയമമുണ്ട്. പക്ഷേ എല്ലാ സംവിധാനങ്ങളിലും ഇപ്പം 10 പേരടങ്ങിയ 10 പേര് തൊഴിലാളികളായിട്ടുള്ള, 10ലും അതിലും മുകളിലും തൊഴിലാളികളായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ IC കമ്മിറ്റി വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഈ IC കമ്മിറ്റി ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ്റെ പരിപാടി പറഞ്ഞ പോലെ ഞാൻ കോഴിക്കോട്ടെ LC കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. പക്ഷേ എത്രത്തോളം എനിക്ക് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ തൃപ്തിയല്ല കാര്യത്തിൽ. എനിക്ക് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല. പ്രവർത്തിക്കാത്ത കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് പൊതുവേ എൻ്റെ ഒരു സമീപനമാണ്. പക്ഷേ ഇതിൽ ചിലതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. അതേസമയം ഞാൻ കംപ്ലൈൻറ്റ് പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ തൊഴിൽ മേഖലയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി കിടക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയിലെ ഈ പ്രശ്നം അവിടെ വളരെ ശക്തമായിട്ട് സ്ത്രീകൾ പോരാടിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ പുതിയ കൊടുങ്കാറ്റ്, അതിൻ്റെ ഫലമായിട്ട് കടപുഴകി വീണ കുറേ വൻവൃക്ഷങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ രഞ്ജിത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വേറൊരു കേസും കൂടി വന്നല്ലോ. ഇന്ന് ചാനലിലും പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ മുകേഷ് MLA-ക്കെതിരായിട്ട് ഞങ്ങളെ കുസുമൻ ജോസഫ് പറഞ്ഞ പോലെ ഗാർഹിക പീഡനങ്ങളുടെ കേസുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതൊക്കെ തന്നെ ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള സംഘടനകൾക്ക്
നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഗാർഹിക പീഡനങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ഒരു സംഘടനയാണ് അന്വേഷി പോലുള്ള ഒരു സംഘടനകൾക്ക് ഒരിക്കലും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും പിന്നെ ഇതിനോടൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് പോട്ടെ, അതല്ല കാര്യം. ഇപ്പോൾ 2 പെൺകുട്ടികളെങ്കിലും മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബലാത്സംഗ കേസ് വരെ അദ്ദേഹത്തിനെതിരെ ഇപ്പം പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്, SIT. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മുകേഷ് MLAക്ക് ഒരു തരത്തിലും പൊതുസ്ഥാനത്ത് നിൽക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ, പ്രത്യേകിച്ചും സ്ത്രീപീഡന സംബന്ധമായ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ അവരോട് ഗവൺമെൻറ് എന്താ പറയുക, അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉടനെ അവർക്ക് സസ്പെൻഷൻ കൊടുക്കും അല്ലേ? എന്നിട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ട് 6 മാസമോ 1 കൊല്ലോ കഴിഞ്ഞിട്ട് അവരുടെ കേസിൽ അവർ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു വന്നാൽ ജോലി തിരികെ കൊടുക്കും, അല്ലെങ്കിൽ പിരിച്ചുവിടും. ഇങ്ങനെയാണല്ലോ സാധാരണയുള്ള സർക്കാരിൻ്റെ നടപടി. അതെന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ബാധകമാവുന്നില്ല? അപ്പോൾ കോൺഗ്രസ്സിലെ MLAമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശകങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. ആരോപണമുണ്ടായാൽ രാജിവെക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത് മെല്ലെ മെല്ലെ പുതിയ കാലത്തേക്ക് വന്നപ്പോൾ രാഷ്ട്രീയക്കാർ കുറേ കൂടി ഇങ്ങനെ മാറി തുടങ്ങി. അവരുടെ കേസ് തെളിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പുറത്തു പോവുള്ളൂ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പുറത്തു പോവാതെ തങ്ങളുടെ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി. ആ ഒരു കീഴ്വഴക്കം തീർച്ചയായും മാറ്റി തീർത്തേ തീരൂ. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീതിപൂർവമായൊരു സമീപനമാണ്. ഇത്രയും ഇപ്പോൾ ഹേമ കമ്മിറ്റി ഉണ്ടാക്കി അതിനെക്കൊണ്ട് അന്വേഷിപ്പിച്ചു, അത് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാവുന്ന തരത്തിലാണ് ഇപ്പം മുകേഷിനെ സംരക്ഷിക്കുന്ന CPMൻ്റെ നിലപാട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്ന് ഞങ്ങൾക്ക് ഉറക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മുകേഷ് MLA രാജിവെച്ചേ തീരൂ എന്നുള്ള ഒറ്റ ശബ്ദത്തിലാണ് ഈ സ്ത്രീപക്ഷ കൂട്ടായ്മ ഇന്ന് ഈ പത്രസമ്മേളനം നിങ്ങളുടെ മുന്നിൽ നടത്തുന്നത്. അതൊരു കീഴ്വഴക്കമായി തന്നെ വരണം. ആരോപണ വിധേയരായ നേതാക്കളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇതായിരിക്കണം ഒരു സാധാരണ കീഴ്വഴക്കം. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ മുമ്പ് അങ്ങനെ ആരോ ചെയ്തു, അങ്ങനെ കോൺഗ്രസ് അത് ചെയ്തില്ല, അല്ലെങ്കിൽ BJP അത് ചെയ്തില്ല, ബ്രിജ്ഭൂഷൺ പോയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് BJPയുടെ തത്വദീക്ഷയില്ലായ്മ എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തത്വദീക്ഷയില്ലായ്മ എന്നല്ലാതെ ഇടതുപക്ഷത്തിൽ നിന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷം ഇത്രയൊക്കെ ചെയ്തിട്ട് അതിനെ മുഴുവനും നെഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മുകേഷ് MLAയെ സംരക്ഷിക്കുന്നത്, ഈ സ്ത്രീപീഡകനായിട്ടുള്ള ഈ വേട്ടക്കാരനായിട്ടുള്ള MLAയെ സംരക്ഷിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ സ്ത്രീകളുടെ കാര്യത്തിൽ എന്നുള്ള അഭിമാനിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവർ, ഈ കോൺഗ്രസ് MLAമാരത് ചെയ്തില്ല എന്ന് പറയുന്നത് അത്യന്തം നാണക്കേടാണ്. മറ്റൊന്ന്, അധികാര സ്ഥാനത്ത് നിയമനിർമ്മാണ സഭയിലാണ്, MLA എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയിൽ ഇതുപോലെ ഒരാൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയുക? അതുമാത്രമല്ല, സിനിമാ മേഖലയിൽ എങ്ങനെയാണ് ഇനി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതികരിച്ച സ്ത്രീകളുടെയൊക്കെ ഭാവിയിൽ അവർക്കും ഇതേ തൊഴിൽ ചെയ്യണം, അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ ഒരു കാരണം കൊണ്ട് നിഷേധിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരാൾ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ ആ മേഖലയിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ കീഴ്വഴക്കമില്ല. എനിക്ക് വളരെ ലജ്ജ തോന്നിയ ഒരു കാര്യം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവായ PK ശ്രീമതി ടീച്ചറെ പോലെയുള്ള ഒരാൾ പോലും, ഒരു സ്ത്രീയായിട്ടുള്ള ഒരാൾ പോലും എത്ര ലാഘവത്തോടെയാണ് കീഴ്വഴക്കമില്ല എന്ന് പറയുന്നത്. കീഴ്വഴക്കമില്ലെങ്കിൽ പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കേണ്ട ഒരു സർക്കാരാണിത്. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇങ്ങനൊരു കീഴ്വഴക്കമില്ലായിരുന്നു. ഇന്നലെ വരെ സിനിമാ മേഖലയിൽ ആണധികാരം, ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തുറന്നു പറയാൻ സ്ത്രീകൾ വന്നതാണ്. അതുപോലെ മുമ്പുണ്ടായിട്ടുള്ളത് വ്യക്തിപരമായിട്ട് ആളുകൾ ചെയ്തിട്ടുള്ള ലൈംഗിക പീഡനം, ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ വിപ്ലവം എന്ന് തന്നെയാണ് ഞങ്ങൾ സ്ത്രീകൾ ഇതിനെ കാണുന്നത്. കാരണം കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷിയെ, പൊതു ബോധത്തെയൊക്കെ നിർണ്ണയിക്കുന്നതിൽ സിനിമയ്ക്കുണ്ടായ പങ്ക് വളരെ വലുതാണ്. വലിയൊരു കലാമേഖല
അപ്പോൾ ആ മേഖലയിലുണ്ടായ ഈ ഒരു കൊടുങ്കാറ്റ് അതൊരു ഒരു 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 മാറ്റം, അതൊരു കീഴ്വഴക്കം മാറി മറിഞ്ഞതാണ്. അപ്പോൾ സർക്കാർ ആ കീഴ്വഴക്കം ഞങ്ങൾ തെറ്റിക്കില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ഇത് ഒരു സർക്കാരിനും, ഇനി ഇടതുപക്ഷമായാലും UDF ആയാലും ഒരു സർക്കാരിനും ചേർന്ന നടപടിയല്ല. ഇതിൻ്റെ അനന്തര ഫലങ്ങൾ സർക്കാർ അല്ലെങ്കിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ സ്ത്രീകൾ ഇത് കാണുന്നുണ്ട്, കേരളത്തിലെ മനസ്സാക്ഷിയുള്ള മനുഷ്യരിത് കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീണ്ടും വീണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷിനെ രാജിവെപ്പിക്കുക. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വമേധയാ അതിൽ നിന്നും ഒഴിയണം, MLA സ്ഥാനം ഒഴിയണം. അങ്ങനെ യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത ഒരാളാണ്, ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ മുകേഷ് മാത്രമല്ല ഇതുപോലെയുള്ള ഒരു ലൈംഗിക പീഡകരും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറഞ്ഞിട്ടുള്ള ആളുകളെ, ആ ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലെ പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ടവരെ പുറത്ത് കൊണ്ടുവരികയും അത്തരം അന്വേഷണം നടത്താനും സർക്കാർ തയ്യാറാകണം. ഈ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് വലിയ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സ്വതന്ത്ര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, തൊഴിൽ മേഖലയിൽ സ്ത്രീ തൊഴിലാളികളെ മനുഷ്യരായി പരിഗണിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2010 മുതലേ ഞങ്ങളിങ്ങനെ വിളിച്ചു പറയുക തെരുവിൽ വെച്ചിട്ട്, സ്ത്രീ തൊഴിലാളികളെ മനുഷ്യരായി പരിഗണിക്കൂ. ഇപ്പോൾ സിനിമാ മേഖലയിലും നമുക്കറിയാം എത്രമാത്രമാണ് മനുഷ്യരെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു, ഓരോ ദിവസവും നമ്മൾ അറിയണു. സ്ത്രീകൾക്കെതിരെ പക്ഷേ കേരളമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ സർക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ പ്രാബല്യത്തിൽ വരുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നോ പറയുന്നുണ്ട് മുകേഷിനെതിരെ ലൈംഗിക ആക്രമണം നടന്നത് എന്നോ പറയുന്നുണ്ട്. പക്ഷേ നാളെ ആ സ്ത്രീ മാറ്റി പറയും എന്ന വിശ്വാസത്തിലാണ് ഇപ്പം സർക്കാരും മറ്റ് പാർട്ടി ആയാലും സമൂഹമായാലും ഒക്കെ തന്നെ ഈ സ്ത്രീ നാളെ മാറ്റി പറയും. കാരണം ഈ സ്ത്രീ ജീവിക്കാൻ പണത്തിന് വേണ്ടിയാണ് ഈ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. നമുക്കറിയാലോ ഇത് നല്ല മേഖലയല്ല. ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് അവർക്ക് അന്തസ്സോടെ ജീവിക്കാനാണ്. അഭിമാനം ഞാൻ പറയുന്നില്ല, അന്തസ്സോടെ ജീവിക്കാനാണ്. പക്ഷെ ഞാൻ പറയുന്നു ഇന്നും ഇനി ഈ താഴെ ഞങ്ങളെപ്പോലുള്ള അസംഘടിതരായ തൊഴിലാളി സ്ത്രീകളായാലും മേലേത്തട്ടിലുള്ള സംഘടിത മേഖലയിലെ തൊഴിലാളി സ്ത്രീകളായാലും മേലേത്തട്ടിലുള്ള സ്ത്രീ തൊഴിലാളികളായാലും അവർക്ക് അന്തസ്സും അഭിമാനത്തിലും ജീവിക്കാൻ പറ്റണം. അതാണ് ഇന്ന് നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് തരുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നമുക്ക് ഉറപ്പ് തരുന്നത് നിങ്ങൾക്ക് സ്ത്രീ തൊഴിലാളികൾക്ക് അന്തസ്സും അഭിമാനത്തിലും ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉറപ്പ് തരും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഓരോ ദിവസവും നിരാശയാവുകയാണ്. ഈ MLA മുകേഷ് പോലുള്ള ആളുകൾക്ക് എന്താണ്, നമ്മുടെ രഞ്ജിത്ത് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചല്ലോ, അതേപോലെ എന്തുകൊണ്ട് മുകേഷിന് പറ്റുന്നില്ല? എന്തുകൊണ്ട് മുകേഷിനെ കൊണ്ട് നമുക്ക് ആ MLA സ്ഥാനം പുറത്താക്കാൻ പറ്റാത്തത്? രാജിവെക്കില്ല 100% ഉറപ്പാണ്. പക്ഷെ അയാൾക്ക് അങ്ങനത്തെ ഒരു ധാർമ്മികതയൊന്നുള്ള ആളല്ല. അത് നമുക്കറിയാലോ. അയാൾ കുടുംബത്തിലും പൊതുവിടത്തും തൊഴിലിടത്തൊക്കെ ഇയാളിങ്ങനെ തന്നെയാണ്. ഇയാളെ വെച്ച് എന്തിന് നമുക്ക് ഇടതുപക്ഷ ഭരണം എന്തിന്? അതുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് ഭരണത്തിൻ്റെ ഭാഗത്തുനിന്നും ഇയാളെ പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ അല്ലെങ്കിൽ CPM മഹിളകൾ മൊത്തം പറയുന്നുണ്ട്, ഇന്ന് വൃന്ദാകാരായിട്ട് വരെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതാണ്. പിന്നെ എന്ത് സ്ത്രീപക്ഷ കേരളം എന്ന് നമ്മൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? അതിൽ വല്ലാത്തൊരു ആശങ്കയുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് തൊഴിലിടത്തെ സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനത്തിലും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് നിരാശയാക്കി മാറ്റരുത് എന്ന് തന്നെ പറയാനുള്ളൂ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സെൻസേഷണൽ വിഷയമായതുകൊണ്ടാണ് ഈ മീഡിയയൊക്കെ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. നമുക്കറിയാം പുതിയൊരു വിഷയം വരും, അല്ലെങ്കിൽ ഇവർ വരുത്തും.
എന്തോ ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ചർച്ച മീഡിയ പുറകെ പോകാനുള്ള ഒരു സാധനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പുറകെ പോയി ഇതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ കുറേ കാലങ്ങളായി കണ്ടുവരുന്നത് ആ ഒരു കീഴ്വഴക്കമാണ്. ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് വയനാട് എന്തായി, ഇതിൻ്റെ പുറകെ വയനാട് ഒലിച്ചുപോയി എന്നൊക്കെ പറയണേ. പക്ഷേ അതിൻ്റെ എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളത് വിട്ടുകളയരുത് എന്നൊരു ഒരു എന്താ പറയുക, അതാണ് അപേക്ഷയൊന്നും അല്ല, അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ. അത് വിട്ടുകളയരുത്, ഇതിൻ്റെ പുറകെ പോകണം. അതൊരു കൂട്ടം ഇതിൻ്റെ പുറകെ, കാരണം ഇത് ഒരു റെവല്യൂഷനാണ്, ഇതൊരു വേവായിട്ട് ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻ്റായിട്ട് മാറേണ്ടതാണ്. ഇതിൻ്റെ പുറകെ ഇവിടുന്നാണ് ഇത് തുടങ്ങേണ്ടത്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഇനി എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരണം. അത് ഇവിടെ നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള അതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ അതുമായി മുന്നോട്ട് പോകണം. ചോദിക്കാനുണ്ട്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ രാജി ആവശ്യപ്പെടാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നമ്മൾ കത്തയച്ചിട്ടുണ്ട്. പിന്നെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വങ്ങൾക്ക് കത്തയച്ചു, CPIയുടെ നേതൃത്വങ്ങൾക്ക് കത്തയച്ചു, സീതാറാം യെച്ചൂരിക്ക് അതുപോലെയുള്ളവർക്ക്, MV ഗോവിന്ദമാഷ്, അതായത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതാവശ്യപ്പെടണം എന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നു എന്നും കൂടി. 2 ദിവസം ഞങ്ങൾ കാത്തിരിക്കും, ശനിയും ഞായറും. തിങ്കളാഴ്ച ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് AKG സെൻറ്ററിൻ്റെ മുന്നിൽ പ്രതിഷേധിക്കാനാണ്. കേരളത്തിൽ സാധ്യമായ സ്ത്രീകൾ AKG സെൻറ്ററിന് മുന്നിലെത്തി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം.